ഹലോ ഗൈസ്, എല്ലാവർക്കും ഫഹദുഫ 2.0യിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കിഴങ്ങ് പുട്ടാണ്. കിഴങ്ങെന്ന് പറയുമ്പോൾ കിഴങ്ങ് മീൻസ് എല്ലാവർക്കും അറിയാലോ, കപ്പ ചെത്തി വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്കൊന്ന് ഫൈനായിട്ട് ആദ്യം പൊടിച്ചെടുക്കാം. ഈ കപ്പ നമുക്ക് ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൽ നമുക്ക് പച്ചവെള്ളത്തിലാണ് മാവ് കുഴയ്ക്കുന്നത്. ഉപ്പിട്ട് പച്ചവെള്ളം കലക്കിയിട്ട് ഇതിലോട്ട് കുറഞ്ഞ അല്പമായി നനച്ചെടുക്കാം. മാവ് നനച്ച് ഇനി കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇടണം. പിന്നെ മാവ് അറിയാലോ, ആ കുറ്റി നിറച്ചെടുക്കണം. ഇതിപ്പോൾ 2 കുറ്റിയോളം പുട്ടരിക്കാൻ കാണും ഈ മാവ്. അങ്ങനെ 2 കുറ്റിയില്ല, 1.5 കുറ്റി പുട്ട് കുറ്റി 2ൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പുട്ടുകുറ്റിയിലേക്ക് വെച്ച് ആവി കയറ്റി എടുക്കാം. പുട്ടിൽ ആവി വരുന്നുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല മണം കേട്ടാ. ആ പുട്ടിന്റെ പുട്ട് വെന്ത ആവി വന്ന സമയത്തെ മണം സൂപ്പർ ഗൈസ്. ആവി വന്നു ഗൈസ്. അപ്പൊ ഇതിനെ നമുക്ക് കുറ്റിയിൽ നിന്ന് ഇറക്കാം. അടുത്ത് നമുക്ക് രണ്ടാമതൊരു കുറ്റി വെച്ച് കൊടുക്കാം ഗൈസ്. ഇത്രയും മാവ് ഉണങ്ങി പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കുറ്റിയിലും ആവി വന്നു ഗൈസ്. ഇതിനെ നമുക്ക് ഗ്യാസ് ഓഫാക്കി രണ്ടാമത്തെ കുറ്റി അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇനി നമുക്ക് ഈ പുട്ടിനെ ഒരു പാത്രത്തിലേക്ക് തള്ളാം ഗൈസ്. സൂപ്പർ ടേസ്റ്റാണ്. കഴിവിലും നിങ്ങളൊക്കെ ഇതേപോലെ കിഴങ്ങ് കപ്പ വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് പുട്ടഴിക്കണം, വെച്ച് കഴിച്ചു നോക്കണം ഗൈസ്. സൂപ്പറാണ്. ചൂടോടെ കഴിക്കാനാണ് രുചി. ചൂടോടെ കഴിച്ചാൽ ഇതിന് സൈഡ് ഡിഷായിട്ട് ഒന്നും തന്നെ വേണ്ട. പിന്നെ സൈഡ് ഡിഷ് വേണമെങ്കിൽ പപ്പടം സൂപ്പറാണ്. പിന്നെ പുട്ട്, ബീഫ് കറി, പിന്നെ പുട്ടും പപ്പടം, പുട്ടും പഴം, ഇതെല്ലാം കൂട്ടി കഴിക്കാൻ വളരെ രുചിയാണ്. ഏറ്റവും കൂടുതൽ മീൻകറിയാണ്. നല്ല കൊഴിയാള പൊരിച്ചതും കൊഴിയാള കറിയും കൂട്ടിയാണ് ഞാൻ ഈ പുട്ട് തിന്നാൻ പോകുന്നത് ഗൈസ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.